പറയാൻ വന്ന കവിതയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ടൊരു ഗ്രാമത്തിൽ അപ്പൊന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ല് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേയുന്ന ഇടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവൾ ചങ്ങാതിമാരായി. ഓരോ ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? എന്ത് ഭംഗിയാന്നറിയോ കാട് കാണാൻ. ധാരാളം മരങ്ങളും നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും ഉണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് എന്ത് ഭംഗിയാ കാട് കാണാൻ. എത്ര പൂക്കളാ, എത്ര പഴങ്ങളാ, ഭംഗിയുള്ള പല്ലും. സുന്ദരിയോട് കളിച്ചു രസിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടത്, ഗാർ ഗാർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി എന്താണ് ആ ശബ്ദം? ഉലാൻ പേടിച്ച് ഓടുന്നുണ്ടല്ലോ. മാൻകുട്ടി ഓടാൻ തുടങ്ങി. ആട്ടത്തിന്റെ ഇടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി നീയും ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരിയും പേടിച്ചോടാൻ തുടങ്ങി. ആട്ടത്തിന്റെ ഇടയിൽ സുന്ദരി ചോദിച്ചു, മാൻകുട്ടി നീ കാടിന്റെ ഭംഗിയെക്കുറിച്ച് മാത്രം പറഞ്ഞോളൂ. നീ കാടിന്റെ അവിടെ കുറിച്ച് ഒന്നും നീ പറഞ്ഞില്ലല്ലോ. അതെന്തി? എനിക്കിപ്പോ മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടും. പാവം അപ്പു സുന്ദരിയും പിട്ട് പണങ്ങൾ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരനൊന്നും അപ്പം സന്തോഷമായി. ഇനി ഒരിക്കലും സുന്ദരി കള്ളിലേക്ക് പോയതേ ഇല്ല. കൂട്ടുകാരെ, ഈ കഥയിൽ എന്താ മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം. ഈ ആഴ്ച